മക്കളെ പൊന്നുമക്കളെ ഒരു കിടിലം വരുമാനം കിട്ടുന്ന ഒരു പ്രോപ്പർട്ടി നമ്മളെ കയ്യിൽ വിൽപ്പനക്ക് വന്നിക്കണേ. നിങ്ങൾ ഇത് കേട്ടോളി, ഇങ്ങക്ക് കാര്യം ഉണ്ടാവട്ടെ. മൊത്തം 27 സെന്റ് സ്ഥലം, അതിൽ 3 കോട്ടേഴ്സുകള്, ഒരു വീട്, 2 പീഡിയാറു മക്കൾ, ഒരു അടിപൊളി കിടില സംഭവമാണ്. അതൊക്കെ കുറച്ച് പഴയതാണ്, നിലവിൽ വരുമാനം കിട്ടുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു അപ്പാർട്ട്മെന്റ് ഇവിടെ കെട്ടിപ്പൊക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. മെയിൻ റോഡിന്റെ അടുത്താണ്, ടാർ ചെയ്ത റോഡാണ് മുന്നിൽ കൂടി പോണത്. ഈ പ്രോപ്പർട്ടിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളെ നിലമ്പൂർ ഭാഗത്ത് എടക്കര അറിയില്ലെങ്കിൽ എടക്കര പാലേമാട് എന്ന സ്ഥലത്താണ്. എന്ന് വെച്ചാൽ പാലേമാട് കോളേജിന്റെ തൊട്ടടുത്താട്ടാ നമ്മളെ ശ്രീ വിവേകാനന്ദ കോളേജ് ഉണ്ടല്ലേ. എന്ന് വെച്ചാൽ അതിലെല്ലാ സൗകര്യങ്ങളുണ്ട്. നിങ്ങളോട് പറയാൻ കുട്ടികൾ പഠിക്കുന്നത് മുതൽ വലിയൊരു പഠിക്കുന്ന വരെയുള്ള ഒരു കോളേജാണ്. പ്രീ പ്രൈമറി മുതൽ PG വരെയുള്ള ഒരു കോളേജാണ്. നിങ്ങളോട് പറയാൻ അതിന്റെ തൊട്ടടുത്തുള്ള പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അതിന്റെ തൊട്ടടുത്തുള്ള മതിലിന്റെ അപ്പുറത്തുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കിടിലൻ അപ്പാർട്ട്മെന്റ്, ഫ്ലാറ്റ്, കോട്ടേഴ്സുകൾ ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റൂട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീടാണോ ഉദ്ദേശിക്കുന്നത്, കിടിലൻ വീട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ട് അല്ലാതെ അടിപൊളി കിടിലൻ സ്പോട്ടിന് നമ്മളെ മുതലാളി ചോദിക്കണ റേറ്റ് എത്ര വെച്ചാല് 1.25 കോടി ഉറുപ്പ്യാട്ടോ ചോദിക്കണത്. എത്ര? 1,25,00,000 ഉറുപ്പ്യാണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്, ചെറിയ രീതിയിലൊക്കെ കുറയാനൊക്കെ ഉണ്ടാവൂട്ടാ. ആ ഒരു മാർക്കറ്റ് എന്ന് വെച്ചാൽ നിങ്ങളോട് പറയാൻ 27 സെന്റ് സ്ഥലം, 3 കോട്ടേഴ്സ്, ഒരു വീട്, അതിൽ പീഡിയാറും ഒക്കെ കൂട്ടി വരുമ്പോൾ ആ റേറ്റിങ്ങൾക്ക് മുതലാവണ റേറ്റ് ആട്ടാ. നമ്മൾ പറഞ്ഞിട്ട് കുറയാനൊക്കെ ഉണ്ടാവും. അതിനെന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ പോവാ, പ്രോപ്പർട്ടി അങ്ങോട്ട് കാണാം, ഇഷ്ടപ്പെട്ടിട്ട് റേറ്റ് പറയാം, അങ്ങോട്ട് കച്ചവടം അങ്ങോട്ട് സെറ്റായി കളിട്ടാ. സെറ്റ് ആക്കൂലേ. പിന്നെ നിങ്ങൾ ഏതൊരു പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിലും അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റ് വക്കീലിനെ കാണിച്ചിട്ട് ഉറപ്പുവരുത്തണേ. പണമിടപാടും കാര്യങ്ങളൊക്കെ നിങ്ങളെ റിസ്കിൽ നിങ്ങൾ ചെയ്യാ. നമ്മൾ ഇഷ്ടപ്പെട്ടില്ലാലോ, ഫോളോ ചെയ്തിട്ട് ദവട്ടെ കൊണ്ടേ വെക്കണട്ടകളി, അത് നിങ്ങൾ മറക്കരുതേ.